ഇതാണ് ന്യൂസിലൻഡിൽ മാത്രം കാണപ്പെടുന്ന വിചിത്രമായ ഒരിനം തത്ത. ഇതിന് ഏകദേശം 4 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. എന്നാൽ ഇവയ്ക്ക് പറക്കാൻ ഒട്ടും കഴിയില്ല. ഈയൊരു പ്രത്യേകത കാരണം തന്നെ വേട്ടമൃഗങ്ങൾക്ക് ഇവയെ പിടിക്കാൻ വളരെ എളുപ്പമായിരുന്നു. ഇവയുടെ പേരാണ് കാക്കാപ്പോ തത്തകൾ. അങ്ങനെ 1995 ആയപ്പോഴേക്കും ലോകത്താകെ വെറും 51 കാക്കാപ്പോകൾ മാത്രമായി ചുരുങ്ങി എന്നാണ് കണക്ക്. അപ്പോൾ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഒരു വിചിത്രമായ കാര്യം ചെയ്തു. അതായത് അവർ ഈ പക്ഷികളെല്ലാം മെയിൻലാൻഡിൽ നിന്ന് ചില ദൂരെയുള്ള ദ്വീപുകളിലേക്ക് അങ്ങ് മാറ്റിപ്പാർപ്പിച്ചു. പക്ഷേ പിന്നീട് അവിടെ സംഭവിച്ചത് ശാസ്ത്രലോകത്തെ പോലും കുഴപ്പിച്ച സംഭവ വികാസങ്ങളായിരുന്നു. അതെന്തൊക്കെയാണെന്നും അതിനെതിരെ സയൻറ്റിസ്റ്റുകൾ എന്താണ് ചെയ്തതെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും ഭാരമുള്ള തത്തയാണ് ഈ കാക്കാപ്പോ തത്തകൾ. ഇതിന് 4 കിലോഗ്രാമോളം ഭാരം വരും. ഇവ ശരാശരി 60 വർഷം വരെ ജീവിക്കാറുണ്ട്. ചിലതൊക്കെ 90 വർഷത്തോളം വരെ ജീവിക്കാറുണ്ട്. മറ്റു തത്തകളെ പോലെയല്ല, ഇവ നിലത്തുകൂടിയാണ് നടക്കുന്നത്. ഇവയുടെ ഈ പ്രത്യേകതകൾ തന്നെയാണ് ഇവരെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചതും. 60 ദശലക്ഷം വർഷങ്ങളോളം ന്യൂസിലാൻഡിൽ കരയിൽ ജീവിക്കുന്ന വേട്ടമൃഗങ്ങൾ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശത്ത് നിന്ന് വരുന്ന ഇരപിടിയൻ പക്ഷികൾ മാത്രമായിരുന്നു ഇവയുടെ ഒരേയൊരു ശത്രു. അത് കാരണമാണ് ശത്രുക്കളെ കാണുമ്പോൾ അനങ്ങാതെ നിൽക്കുക എന്ന സിമ്പിൾ ട്രിക്ക് ഇവ പഠിച്ചെടുത്തത്. അവയുടെ പച്ച നിറമുള്ള തൂവലുകൾ പായലുകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ ഇവരെ ഒത്തിരി സഹായിച്ചിരുന്നു. എന്നാൽ മനുഷ്യർ അവിടെ എത്തുകയും പൂച്ചകളെയും എലികളെയും സ്ലോട്ടുകളെയും കൊണ്ടുവരികയും ചെയ്തതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. മണം പിടിച്ച് ഇര തേടുന്ന മൃഗങ്ങൾക്ക് കാക്കാപ്പോയുടെ മണവും അനങ്ങാതെ നിൽക്കുന്ന സ്വഭാവവും കാരണം ഇവയെ വേട്ടയാടാൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ 1970കളുടെ തുടക്കത്തിൽ തന്നെ ഈ പക്ഷി വംശനാശം വന്ന് ഇല്ലാതായി എന്ന് സയൻറ്റിസ്റ്റുകൾ ഉറപ്പിച്ചു. പിന്നീട് 1974 ഡോൺ മെർട്ടനും ടീമും ഫിയോൺലാൻഡിലെ കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള താഴ്വരകളിൽ ബാക്കിയുള്ള കുറച്ച് പക്ഷികളെ കണ്ടെത്തുകയായിരുന്നു. പക്ഷേ ആ കണ്ടെത്തിയ പക്ഷികളെല്ലാം ആൺപക്ഷികൾ മാത്രമായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1977 സ്റ്റുവർട്ട് ഐലൻഡിൽ പെൺപക്ഷികളുടെ ഒരു ചെറിയ കൂട്ടത്തെ കൂടി കണ്ടെത്തിയെങ്കിലും പൂച്ചകൾ ഇവയെ വേഗത്തിൽ കൊന്നൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവയെയെല്ലാം അവിടെ നിന്ന് മാറ്റാനായി 1995ഓടെ സർക്കാർ ബാക്കിയുണ്ടായിരുന്ന അവസാനത്തെ 51 കാക്കാപ്പോകളെ വേട്ടമൃഗങ്ങളൊന്നുമില്ലാത്ത ദ്വീപുകളിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ശത്രുക്കൾ ഇല്ലായിരുന്നുവെങ്കിലും ക്വാറന്റൈൻ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങോട്ട് കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും അണുവിമുക്തമാക്കണമായിരുന്നു. പൂർണ്ണമായും സേഫ് ആയതുകൊണ്ടും ആവശ്യത്തിന് നല്ല ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടും ഈ പക്ഷികൾ വേഗത്തിൽ പെറ്റുപെരുകുമെന്നാണ് ശാസ്ത്രലോകം കരുതിയത്. എന്നാൽ അവിടെ സംഭവിച്ചത് പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിരുന്നു. 1980കളിലും 90കളിലുമായി ദ്വീപിലെ സംരക്ഷണത്തിൻ്റെ ആദ്യകാലങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യത്തിൽ വളരെ മോശം റിസൾട്ടാണ് കിട്ടിയത്. ഇത്തവണ അവിടെ വില്ലന്മാരായത് എലികളായിരുന്നു. എലികൾക്ക് വലിയ പക്ഷികളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മുട്ടകൾ നശിപ്പിക്കുകയും കുഞ്ഞുങ്ങളെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ ആ ദ്വീപുകളിൽ നിന്നും എലികളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയായിരുന്നു. അതിനായി കൂടുകൾക്ക് ചുറ്റും പല ലെയറുകളിൽ നല്ല സെക്യൂരിറ്റിയും ഒരുക്കി. പക്ഷേ എല്ലാ പ്രശ്നങ്ങളും മാറിയപ്പോൾ അതിലും വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. പക്ഷികൾ കൂടുകൂട്ടുന്നത് അങ്ങ് നിർത്തി. അവരൊക്കെ നല്ല തടിച്ചു കൊഴുത്ത് ഹെൽത്തി ആയിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷണം സ്ഥിരമായി കഴിക്കുകയും ചെയ്തു. പക്ഷേ മെയ്റ്റ് ചെയ്യാൻ തീരെ താല്പര്യം കാണിച്ചില്ല. മനുഷ്യർക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ ഒരു അദൃശ്യമായ കാരണം ഇവരെ തടയുന്നത് പോലെയാണ് സയൻറ്റിസ്റ്റുകൾക്ക് തോന്നിയത്. പക്ഷികളൊക്കെ ഇപ്പോൾ സേഫ് ആയിരുന്നെങ്കിലും അവർ എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാത്തത് എന്ന ചോദ്യം ബാക്കിയായി. ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് വർഷങ്ങളുടെ റിസർച്ച് വേണ്ടി വന്നു. അതായത് ഈ കാക്കാപ്പോകൾക്ക് റിമു എന്നൊരു മരവുമായി ബന്ധമുണ്ടായിരുന്നു. ഈ മരം 2 മുതൽ 4 വർഷം കൂടുമ്പോൾ മാത്രമാണ് ആവശ്യത്തിന് പഴങ്ങൾ തരുന്നത്. അങ്ങനെ 2015 മാസി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഈ രഹസ്യം കണ്ടുപിടിച്ചു. റിമു പഴങ്ങളിൽ കാൽസ്യവും ഒപ്പം വൈറ്റമിൻ D2 D3 വളരെ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തി. ഇതൊരു വലിയ കണ്ടെത്തലായിരുന്നു. കാരണം വൈറ്റമിൻ D3 സാധാരണയായി മൃഗങ്ങൾ മാത്രമുണ്ടാക്കുന്ന ഒന്നാണെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ റിമു പഴത്തിൽ ഇത് വളരെ കൂടിയ അളവിലുണ്ടായിരുന്നു. ഒരു പെൺപക്ഷിക്ക് ആൺപക്ഷിയുടെ സഹായമില്ലാതെ മാസങ്ങളോളം തനിയെ ഇരുന്ന് മുട്ട വിരിയിക്കേണ്ടതുകൊണ്ട് ആ കാൽസ്യവും വൈറ്റമിൻ Dയും അവളുടെ ശരീരത്തിന് നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് റിമു പഴങ്ങൾ കിട്ടിയില്ലെങ്കിൽ പെൺപക്ഷിയുടെ ശരീരത്തിൽ ആരോഗ്യമുള്ള മുട്ടകൾ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ 2002 കോഡ് ഫിഷ് ഐലൻഡിലെ റിമു മരങ്ങളിൽ ഇഷ്ടം പോലെ പഴങ്ങളുണ്ടായി.
അങ്ങനെ കുഞ്ഞുങ്ങളുടെ എണ്ണം പരമാവധി കൂട്ടാൻ വേണ്ടി കൺസർവേഷൻ ടീം പെൺപക്ഷികൾക്ക് കൊടുക്കുന്ന ആർട്ടിഫിഷ്യൽ ഫുഡിൻ്റെ അളവ് ഒന്നുകൂടി കൂട്ടി. അമ്മപ്പക്ഷി എത്രത്തോളം തടിച്ചു കൊഴുത്ത് ഹെൽത്തിയാകുന്നോ അത്രത്തോളം കൂടുതൽ മുട്ടകൾ ഇടും എന്നതായിരുന്നു അവരുടെ ലോജിക്ക്. അതിൻ്റെ ഫലമായി പുതിയ പുതിയ കുഞ്ഞുങ്ങൾ ജനിച്ചു. പക്ഷേ അത് നോക്കിയ സയൻറ്റിസ്റ്റുകൾ ആകെ തരിച്ചുപോയി. കാരണം ജനിച്ചവയിൽ ഭൂരിഭാഗവും ആൺകുഞ്ഞുങ്ങളായിരുന്നു. ഏറ്റവും സങ്കടകരമായ കാര്യം, തുടക്കത്തിലുണ്ടായിരുന്ന ആ 51 പക്ഷികളിൽ തന്നെ പെൺപക്ഷികളുടെ എണ്ണം വളരെ കുറവായിരുന്നു. എന്നാൽ മനുഷ്യർ സ്വന്തം കൈകൊണ്ട് ആ ബാലൻസ് ഒന്നുകൂടി തെറ്റിച്ചു. ഇതിൻ്റെ കാരണം ഇവറ്റകളുടെ ഒരു പരിണാമ രഹസ്യമായിരുന്നു. ഈ ഇനത്തിൽ ആൺപക്ഷികൾക്ക് പെൺപക്ഷികളെക്കാൾ 30 മുതൽ 40% വരെ വലിപ്പ കൂടുതലുണ്ട്. അതുകൊണ്ട് വളരാൻ ഒത്തിരി എനർജി വേണം. ചുറ്റുമുള്ള പരിസ്ഥിതിയിൽ ആവശ്യത്തിലധികം ഭക്ഷണം ഉണ്ടെന്ന് അമ്മപ്പക്ഷിക്ക് തോന്നുമ്പോൾ മത്സരബുദ്ധിയുള്ള കൂടുതൽ ആൺകുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള ഒരു മെക്കാനിസം അവളുടെ ശരീരം തനിയെ ആക്ടിവേറ്റ് ചെയ്യും. ഇതിന് പരിഹാരമായി വിദഗ്ധർ ചെയ്തത് അവയുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക എന്നതായിരുന്നു. പെൺപക്ഷികൾക്ക് കൂടുകൂട്ടാൻ ആവശ്യമായ എനർജി മാത്രം കൊടുക്കുക, അല്ലാതെ അമിതമായി തടി വെക്കാൻ അനുവദിക്കാതെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. അങ്ങനെ ഈ ഡയറ്റ് കൺട്രോൾ കൊണ്ടുവരുന്നതോടെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിലെ ആൺപെൺ അനുപാതം ഏകദേശം പകുതി അഥവാ 50-50 എന്ന ലെവലിലേക്ക് തിരികെ വന്നു. 2002 ബ്രീഡിംഗ് സീസണിൽ പക്ഷികളുടെ എണ്ണം കാര്യമായിട്ട് തന്നെ കൂടി. ഈ പക്ഷികൾക്ക് വെറുതെ വാരി വലിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റില്ലെന്നും പ്രകൃതിയിൽ നിന്ന് അവർക്ക് എത്രയാണോ കിട്ടുന്നത് കൃത്യം ആ അളവിൽ തന്നെ ഭക്ഷണം കൊടുക്കണമെന്നും മനുഷ്യർ പഠിച്ചു. അതിനുശേഷം ഓരോ റിമൂവ് സീസൺ കഴിയുമ്പോഴും അവസ്ഥ മെല്ലെ മെല്ലെ മാറി വന്നു. 2009 ആയപ്പോഴേക്കും അതിലും കൂടുതൽ പക്ഷികളുണ്ടായി. പക്ഷികളുടെ എണ്ണം പതുക്കെ 100 കടന്നു, പിന്നെ 150-ലും എത്തി. വെറും 51 പക്ഷികളിലേക്ക് ചുരുങ്ങിപ്പോയതുകൊണ്ടുണ്ടായ ജനിതക പ്രശ്നങ്ങളെ നേരിടാൻ ഈ പ്രോഗ്രാം ആ ദ്വീപുകളെ ഒരു ഹൈടെക് കേന്ദ്രമാക്കി മാറ്റി. കാക്കാപ്പോയുടെ മുട്ടകൾ അത്രയും കെയർ എടുത്താണ് നോക്കുന്നത്. ഒരു പെൺപക്ഷി മുട്ടയിട്ടാൽ ഉടനെ തന്നെ റേഞ്ചർമാർ അതിന് പകരം ഒരു ഡമ്മി മുട്ട വെക്കുന്നു. എന്നിട്ട് ഒറിജിനൽ മുട്ട സുരക്ഷിതമായി ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കും. ഇതിനായി ഉപയോഗിക്കുന്ന ഒന്നാണ് 3D പ്രിന്റ് ചെയ്ത സ്മാർട്ട് മുട്ടകൾ. ലോർഡ് ഓഫ് ദി റിംഗ്സ് സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ന്യൂസിലാൻഡിലെ പ്രശസ്തമായ വെറ്റ വർക്ക്ഷോപ്പിന്റെ സഹായത്തോടെയാണ് ഇതുണ്ടാക്കുന്നത്. ഈ സ്മാർട്ട് മുട്ടകൾ കൂടുകളിൽ വെച്ചു കൊടുക്കും. മുട്ട വിരിയാനാകുമ്പോൾ ഇത് കുഞ്ഞുങ്ങളുടെ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. ഇത് അമ്മപ്പക്ഷിയെ മാനസികമായി തയ്യാറാക്കാൻ സഹായിക്കുന്നു. ഈ കൃത്രിമമായ രീതി കൊണ്ട് വലിയൊരു ഗുണമുണ്ടായി. ആദ്യത്തെ മുട്ട വിരിയിക്കാൻ അമ്മപ്പക്ഷിക്ക് ഒത്തിരി എനർജി കളയേണ്ടി വരാത്തതുകൊണ്ട് അവയ്ക്ക് പെട്ടെന്ന് തന്നെ ആരോഗ്യം തിരിച്ചു കിട്ടി. റിമൂവ് മരത്തിൽ വലിയ വിളവ് ഉണ്ടാകുന്ന വർഷങ്ങളിൽ പെൺപക്ഷികൾ ചിലപ്പോൾ രണ്ടാമതും മുട്ടയിടാൻ തുടങ്ങും. അങ്ങനെ 2019 ഒരു റെക്കോർഡ് ബ്രീഡിംഗ് സീസൺ ഉണ്ടായി. അന്ന് 85 കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞിറങ്ങിയത്. അതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്കായിരുന്നു അത്. അതിലേറ്റവും ഫേമസ് ആയത് സിറോക്കോ എന്നൊരു ആൺപക്ഷിയായിരുന്നു. ചെറുപ്പത്തിൽ ശ്വാസകോശ രോഗം വന്നതുകൊണ്ട് മനുഷ്യർ കൈകൊണ്ട് വളർത്തിയെടുത്തതായിരുന്നു ഇവനെ. 2009 BBC-യുടെ ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ സിറോക്കോ പെട്ടെന്ന് സുവോളജിസ്റ്റായ മാർക്ക് കാർവാർഡിൻ്റെ തലയിലേക്ക് ചാടിക്കയറുകയും യാതൊരു നാണവുമില്ലാതെ മേറ്റിംഗ് സ്വഭാവം കാണിക്കുകയും ചെയ്തു. പ്രസൻറ്ററായ സ്റ്റീഫൻ ഫ്രൈ ഇതുകണ്ട് ചിരിയടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി. ഇത് ഒളിച്ചു വെക്കുന്നതിന് പകരം 2010 ജനുവരിയിൽ ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജോൺ കീ സിറോക്കോയെ കൺസർവേഷൻ്റെ ഔദ്യോഗിക വക്താവായി പ്രഖ്യാപിച്ചു. മനുഷ്യരുമായി റെഗുലറായി ഇടപഴകാൻ അനുവാദമുള്ള ഒരേയൊരു കാക്കാപ്പോ ഇവനാണ്. എന്നാൽ 2019 ഈ റെക്കോർഡ് പ്രജനനം ആഘോഷിക്കുന്നതിനിടയിലാണ് അടുത്ത ദുരന്തം വന്നത്. പൂപ്പൽ കാരണം ഉണ്ടാകുന്ന ശ്വാസകോശ രോഗമായ ആസ്പെർഗില്ലോസിസ് പെട്ടെന്ന് പടർന്നു പിടിച്ചു. കൂടുകളിലെ അവസ്ഥയും രോഗപ്രതിരോധ ശേഷിക്കുറവുമായിരുന്നു ഇതിന് കാരണം. ഈ പൂപ്പൽ അവരുടെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ഭീഷണിയായി മാറി. 21 പക്ഷികൾക്ക് രോഗം ബാധിച്ചു. അതിൽ 9 എണ്ണം ചത്തുപോയി. രോഗം ബാധിച്ച പക്ഷികളെ രക്ഷിക്കാൻ ഒരു എമർജൻസി ഓപ്പറേഷൻ തന്നെ നടത്തേണ്ടി വന്നു. വർഷങ്ങളുടെ കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ ഒരു കൊച്ചു രോഗാണു മാത്രം മതിയെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ 2023 47 കിലോമീറ്റർ നീളമുള്ള വേട്ടമൃഗങ്ങൾക്ക് കടക്കാൻ പറ്റാത്ത മെറ്റൽ വേലി കെട്ടി സംരക്ഷിച്ച മൗങ്കാട്ടൌട്ടറി റിസർവിലേക്ക് കുറച്ച് ആൺകാക്കാപ്പോകളെ മാറ്റി. പക്ഷേ ഈ പക്ഷി അത്രയ്ക്ക് അനുസരണയുള്ള കൂട്ടത്തിലൊന്നുമായിരുന്നില്ല. തങ്ങളുടെ ശക്തമായ കൊക്കും നഖങ്ങളും ഉപയോഗിച്ച് ചില പക്ഷികൾ ആ വേലിക്ക് മുകളിലേക്ക് വലിഞ്ഞു കയറി അങ്ങ് രക്ഷപ്പെട്ടു. ഇതോടെ അധികാരികൾക്ക് ഇവയുടെ പുറകെ ഓടി തിരികെ പിടിച്ച് വേലിയുടെ ഡിസൈൻ തന്നെ മാറ്റേണ്ടി വന്നു. മനുഷ്യർ എത്രയൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയാലും ഈ പക്ഷികൾ
എപ്പോഴും അതിനെയെല്ലാം കാറ്റിൽ പറത്തി പുതിയ വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും ഏറ്റവും പുതിയ 2026 ഈ ബ്രീഡിംഗ് സീസണിൽ റിമു മരങ്ങളിൽ വലിയ രീതിയിൽ പഴങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് 78 പെൺപക്ഷികളാണ് കൂടുകൂട്ടിയത്. അങ്ങനെ 100-ലധികം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി. ഇത് 2019-ലുണ്ടായ 85 എന്ന പഴയ റെക്കോർഡും തകർത്തു. അങ്ങനെ 2026 ചരിത്രത്തിലെ ഏറ്റവും വലിയ കാക്കാപ്പോ ബ്രീഡിംഗ് സീസണായി മാറി. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കണക്ക് ഇതല്ല. 1995-ൽ ഈ പ്രോഗ്രാമിന് ആകെ കൂടി വെറും 20 പെൺപക്ഷികൾ മാത്രമാണ് ഉണ്ടായത്. ഇന്ന് 31 വർഷത്തെ കൃത്യമായ ഡയറ്റ് കൺട്രോളും ജനറ്റിക് നിരീക്ഷണവും കാരണം മുട്ടയിടാൻ പ്രായമായ പെൺപക്ഷികളുടെ എണ്ണം 83-ൽ എത്തി നിൽക്കുന്നു. അതായത് തുടക്കത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ 4 ഇരട്ടിയിലധികം. ഇപ്പോൾ ഈ തത്തകളുടെ ആകെ ജനസംഖ്യ 236 മുതിർന്ന പക്ഷികളാണ്. ഇവയ്ക്ക് ഓരോന്നിനും സ്വന്തമായി പേരുകളുമുണ്ട്. ഒപ്പം ഇവയുടെ ആരോഗ്യം കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട്. ഏതായാലും കാക്കാപ്പോകളെ രക്ഷപ്പെടുത്തിയ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.